ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമ്മച്ചീസ് കിച്ചൺ. നമ്മുടെ ഉമ്മച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിലെ രുചിക്കൂട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. പലരും നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുകയുണ്ടായി, ചെയ്ത് നോക്കിയിട്ട് നല്ലതെന്ന് പറഞ്ഞ്. അതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ബെല്ലൈക്കൺ ഉണ്ട്, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന രുചിക്കൂട്ട് നിങ്ങൾ ആദ്യമേ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ രുചിക്കൂട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുമെന്നറിയാം. അപ്പോൾ ഇന്നത്തെ രുചിക്കൂട്ട് അറിയാൻ വേണ്ടി നമുക്ക് പോയാലോ? ഇപ്പോൾ നമ്മൾ മീൻ അയല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ അയലയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇത് ഇപ്പോഴത്തെ ഒരു സമയത്ത് നല്ല അയല കിട്ടാനും ബുദ്ധിമുട്ടാണ്, അറിയാലോ. ഇപ്പം നമ്മൾ അയല പീരയ്ക്കുള്ള തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു തേങ്ങയുടെ പകുതി മുറി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ അയലയുടെ ഇതനുസരിച്ചിട്ടാണ്, നമ്മുടെ എണ്ണ അനുസരിച്ചിട്ടാണ് തേങ്ങ എടുക്കുന്നത്. ഇപ്പം നമ്മൾ എത്ര അയല കറി വെക്കാൻ എടുത്തിട്ടുണ്ടോ? 10 എടുത്തില്ലല്ലോ. കറി വെക്കാൻ 10 എടുത്തോ? അപ്പൊ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് 10 ചെറിയ അയലകളാണ്. അപ്പൊ 10 ചെറിയ അയലകൾ നമ്മൾ 2ആയിട്ട് മുറിച്ച് വെച്ചേക്കുവാണ്. അപ്പം അതിനുള്ള ഒരു തേങ്ങയാണ്. അപ്പം നമ്മൾ ഒരു തേങ്ങയുടെ പകുതി ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ചുരണ്ടിയിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഇപ്പം നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പച്ചമുളക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തുമാത്രം എരിവ് വേണം അതിനനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ഇട്ടോളൂ. ഓരോ സ്ഥലത്തും കിട്ടുന്ന പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചാണ്. പിന്നെ നമുക്ക് 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, തേങ്ങ, പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളി, പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളിയാണ്. നമ്മൾ ചെറുള്ളി നല്ലപോലെ നന്നാക്കി വെച്ചിട്ടുണ്ട്, അതും നമ്മൾ അതിൻ്റെ ഒപ്പം വെച്ചു. ചെറുള്ളി എന്തോരം ഉണ്ടോ? ഏകദേശം 10 ഉണ്ടോ? ഏകദേശം ഒരു 10 ഉള്ളി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ളിയുടെ കണക്ക് എങ്ങനെയാണെന്നല്ലോ അറിയോ? നമുക്കൊന്നും കണക്കായിട്ടൊന്നും ഇല്ല. ഇത് നമ്മുടെ ഒരു ഏകദേശമാണ്. നമ്മൾ അധികം ഇട്ട അത്രയും നല്ലത്. പിന്നെ ചില ഇത് മധുരിപ്പ് തേങ്ങയുടെ ഇതൊക്കെ എല്ലാം വരുമ്പോ ചില തേങ്ങക്ക് നല്ല മധുരിപ്പ് ഉണ്ടാവും. അപ്പൊ ഉള്ളിയുടെ പോകുമ്പോ മധുരം കൂടും അല്ലേ? അപ്പൊ ഉള്ളിയൊക്കെ അതനുസരിച്ച് നമ്മൾ ഇടാനും ഇച്ചിരി പച്ചമുളക് കൂടുതൽ ഇടാനും നല്ല എരിവ് കിട്ടും. പച്ചമുളക് ഇടണ ഇതിൻ്റെ അകത്ത് സാധാരണ ഉണക്കമുളക് ഇടുന്ന ആൾക്കാരെ പച്ചമുളക് ഇടുമ്പോൾ ഒരു ഭംഗി കൂടുതൽ. ഉമ്മ പറയുന്ന എരിവ് ഇച്ചിരി ഉണ്ടെങ്കിലാണ് ഒരു രുചി കൂടുതലുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളുടെ രീതിയാണ്, എങ്ങനെയാണ് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ തേങ്ങയും ഉള്ളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു മധുരിപ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് തേങ്ങ നിങ്ങളൊന്ന് ഇത് നോക്കിയിട്ട് തിന്ന് നോക്കിയിട്ട് ഭയങ്കര മധുരമൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഉള്ളി കുറയ്ക്കാം. ഇപ്പോൾ നമ്മളെല്ലാം നോക്കി ഇപ്പോൾ അതിനനുസരിച്ചുള്ള 10-11 ഉള്ളി എടുത്തിട്ടുണ്ട്. ഏകദേശം നല്ല ചെറുള്ളിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ മഞ്ഞപ്പൊടി പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ചെറിയൊരു പകുതി ടീസ്പൂണ് ഇട്ടിട്ടുണ്ട് നമ്മൾ. പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ്. നമ്മൾ പുളി ഇപ്പോൾ ഇവിടെ നോക്കിയാൽ വെള്ളത്തിലിട്ട് വെച്ചേക്കണേയാണ്. നമുക്ക് ആ പുളി വെള്ളം ഇതിനകത്ത് ചേർക്കാം അല്ലേ അമ്മ? കറിയിൽ വെക്കുമ്പോൾ ചേർക്കാം. ഇപ്പം നമ്മൾ എടുത്ത് വെച്ചേക്കണേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇനി അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, ആ വെള്ളം നമുക്ക് കറിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ആ തക്കാളി നമുക്ക് മുറിച്ച് ഈ അരപ്പിടുമ്പോൾ അതിനകത്ത് ചേർക്കാം. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? അരയ്ക്കാൻ പോകണല്ലേ? ഇത് നമ്മൾ അമ്മിക്കല്ലും ഇട്ടൊന്ന് ഒതുക്കി എടുക്കാന്ന് പറയാം അല്ലേ? അരച്ചെടുക്കണ്ടല്ലോ ശരിക്കും, ഒതുക്കി ഒന്ന് എടുത്താൽ മതി. അപ്പൊ നമുക്ക് ഈ അമ്മി ഇല്ലാത്തവര് മിക്സിയിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ പച്ചമുളക് ആദ്യം അരച്ചിട്ട് കറി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ മഞ്ഞപ്പൊടിയും കൂടെ അതിനോട് ചേർക്കുവാണ്.
നമ്മളിപ്പോൾ എടുത്ത തേങ്ങ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് അല്ലേ അമ്മ? ഇപ്പോൾ നല്ല ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചേർക്കണ്ടേ? ഉള്ളിയും ഇഞ്ചി. അപ്പം നമ്മൾ ആദ്യം പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തായിരുന്നു, അതിൻ്റെ ഒപ്പമാണ് നമ്മൾ തേങ്ങ ചേർത്തത്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി വരുന്നത് ഉള്ളിയും ഇഞ്ചിയും കൂടെയാണ്. അപ്പോൾ അത് കറിവേപ്പിലയുണ്ട്. അപ്പോൾ ആദ്യം മൂന്നും കൂടെ ഒരുമിച്ചിടുകയാണല്ലേ? അപ്പോൾ നമ്മൾ മൂന്നും കൂടെ ഒരുമിച്ചിടാമെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് ആ പീര കാണുമ്പോൾ തന്നെ നല്ല കളർഫുള്ളാണ്, നല്ല ഭംഗിയാണ്. കറിവേപ്പിലയും എല്ലാം കൂടെ ഒരു വൈബ്രന്റ് കളർ വരുന്നുണ്ട്. ഇപ്പോൾ ഉള്ളി ഇടിക്കുമ്പം ഒന്ന് സൂക്ഷിച്ചെടുക്കുക, ഉടിക്കുക, അല്ലെങ്കിൽ തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ചതച്ചിട്ട് ഉള്ളി ഒന്ന് പൊട്ടിയാൽ മതി എന്നാണ് നമ്മൾ പറയുന്നത്. ഇതില്ലെങ്കിൽ നമ്മൾ അമ്മിക്കല്ലിൽ അല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താൽ പോലെ, വെറുതെ ഒന്ന് ഒറ്റയടിക്ക് നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇപ്പം ഈ പറയുന്ന പച്ചമുളക്, തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉള്ളി, ഇഞ്ചി, കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഒറ്റ ഒരു ഇതൊന്ന് ടേൺ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. എല്ലാവർക്കും അതായിരിക്കും പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു രീതികൾക്ക് അതായിരിക്കും പറ്റുള്ളൂ. ഇപ്പോഴത്തെ അമ്മിക്കല്ലുള്ളതുകൊണ്ടാണ് ഉമ്മ ഇങ്ങനെയാണ് സ്ഥിരം ചെയ്യാറ്. അപ്പം അതിൻ്റെ ഒരു തനതായ രീതിയിൽ ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. മിക്സി ആണെന്നുണ്ടെങ്കിൽ മിക്സി തന്നെയായിരിക്കും ബെറ്റർ. അമ്മിക്കല്ലിൽ അരയ്ക്കുമ്പോൾ അറിയാമല്ലോ, അതിൻ്റേതായ ഒരു ടേസ്റ്റ് വേറെയാണ്. ഇപ്പം നമ്മൾ ഏകദേശം ഒന്ന് ഒതുക്കി കഴിഞ്ഞു. ശരിക്കും അടുത്തിരിക്കുന്നത് കണ്ണിൽ നല്ല നീറ്റിലുണ്ട്. ഇതിൻ്റെ ഒരു ആ പച്ചമുളകിൻ്റെ എരിവാന്ന് തോന്നുന്നു, നല്ല എരിവുള്ള പച്ചമുളകാന്ന് തോന്നുന്നു. എല്ലാവരും ഒന്നുകൂടെ കൂട്ടിയിട്ടിട്ട് ഒന്ന് ഒതുക്കുകയാണ്. ഒന്നും കൂടെ അതിൻ്റെ മുകളിലിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കാണും. നിങ്ങളൊന്ന് കണ്ടു, അത്ര കളർഫുള്ളാണിത്. ഇപ്പോൾ ഓക്കെ, നമ്മൾ പീര റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ചേർക്കാനുള്ള പീര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ അമ്മിക്കല്ലിൽ നിന്നിട്ട് നമുക്കത് മാറ്റാം. അമ്മിക്കല്ല് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ചമ്മന്തി ഉണ്ടാക്കുന്ന ഒരു ഓർമ്മയാണ് വരുന്നത്. നിങ്ങൾ നോക്കിയാൽ എത്ര വൈബ്രൻ്റ് ആയിട്ട് കളർ നോക്കി, നല്ല ഭംഗി, നല്ല കളർ. ശരിക്കും ഒരു മുട്ടയൊക്കെ ഇങ്ങനെ ചിക്കി വെച്ചേക്കുന്ന പോലെ ഉണ്ട് കാണുമ്പോൾ. ഇപ്പോൾ നമ്മൾ പൊതുവെ അമ്മിക്കല്ല് കഴുകിയിട്ടുള്ള ഒരു വെള്ളം നമ്മളതിനകത്ത് ചേർക്കാറുണ്ട്. അതാരും കളയാറില്ല, പഴയ ആൾക്കാർക്ക് അറിയാം. നമ്മളതൊന്ന് അതിൽ നിന്ന് വടിച്ച് എടുത്ത് കണ്ടോ ഒരു സ്റ്റൈലിൽ ആ പീരയിലോട്ട് നമ്മളിത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചൂടാവാത്ത ചട്ടിയല്ലേ അമ്മ? ചൂടാവാത്ത ചട്ടിയിൽ നമ്മളിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഒന്ന് ചട്ടി മൊത്തം ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. നമ്മളതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കണ ആ ഒരു പീര നമ്മളതിനകത്തോട്ട് ഇടുകയാണ്. പിന്നെ എന്താണ് നമ്മൾ ചേർക്കാൻ? അപ്പോൾ നമ്മൾ നേരത്തെ പുള്ളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചല്ലോ. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ആ പുളി വെള്ളം നമുക്ക് അരപ്പിൽ ചേർക്കാന്നുള്ളത്. നമ്മൾ ചേർത്ത് ഇത്രയും അതിലേക്ക് ഒരു 3 പുളിയാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ വെള്ളവും. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തക്കാളി, ഒരു തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു തക്കാളി ഇങ്ങനെ അരിഞ്ഞ് നമ്മൾ ആ പീരയിലോട്ട് ചേർത്തേക്കാണ്. അപ്പോൾ കുറച്ചും കൂടെ കളർഫുൾ ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ട്, നല്ല മണമാണ്. അത് ഈ ഒരു പച്ചക്കിനെ തന്നെ നല്ല മണമാണ്. ആ തേങ്ങയുടെ ചമ്മന്തിയുടെ ഒരു മണം വരില്ലേ എന്ന രീതിയിലാണ് ആ തേങ്ങ ഉള്ളിയൊക്കെ ഇട്ട് ഒതുക്കുന്നതുകൊണ്ടായിരിക്കും നമുക്ക് അത്ര ഒരു മണം കിട്ടുന്നത്. അതിൻ്റെ പുറകെ ആ കറിവേപ്പിലയും കൂടെ ഇട്ടു,
കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ നമ്മൾ ഇത്ര അളവൊന്നും പറയുന്നില്ല, ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പൊ നോക്കി എന്ത് കളർഫുൾ ആന്ന് നോക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച അയലയുടെ ഓരോ കഷ്ണങ്ങളും ഇതിനകത്തോട്ട് ഇടാൻ പോവുകയാണ്. ആ പീരയിലോട്ട് നമ്മൾ ചേർക്കുകയാണ്. അപ്പോൾ അതിന് 2 വാൽ കഷ്ണം ഇട്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം വാൽ കഷ്ണം കേട്ടോ. ഞാൻ വാൽ കഷ്ണം മാത്രമേ കൂട്ടാറുള്ളൂ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്കത് കഴിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് തോന്നുന്നത്. നല്ല വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ ആ പീരയിലോട്ട് നമ്മൾ മൊത്തം ഇട്ടു. ഏകദേശം നമ്മൾ പറഞ്ഞത് ഒരു 10 ചെറിയ അയല ഉണ്ടായിരുന്നു. ഇത് 4 എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മളത് മൊത്തം കൂടെ എന്നിട്ട് ആ പച്ചനെ തന്നെ അത് മിക്സ് ചെയ്യുവാണ്. ആ പീരയും അയലയും കൂടെ നല്ലതുപോലെ ഉടയാതെ അല്ലേ, മീൻ ഉടയാത്ത രീതിയിൽ വേണം നമ്മളത് കൂട്ടിച്ചേർക്കാനായിട്ട്. അപ്പോൾ നോക്കിയാൽ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം നമ്മളത് ആ പീരയൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ നോക്കി നല്ല ഭംഗിയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? നമ്മൾ നേരത്തെ അരപ്പിന്റെ അല്ലേ, ആ വെള്ളമാണോ? നമ്മൾ അരച്ചു വെച്ചതിന്റെ അമ്മിയിലിട്ട് അരച്ചതിന്റെ ആ ഒരു വെള്ളമാണ്. അധികം വേണ്ട, ഒരു കുറച്ച് ഒരു വേവാനും അതിന് വേണ്ടിയിട്ടൊക്കെ മാത്രമാണ് നമ്മളിപ്പോൾ ഈ വെള്ളം ചേർക്കുന്നത്. ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് ഉടച്ച് കുലുക്കിയൊക്കെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. പ്രസ് ചെയ്ത് ഓക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് വെച്ചേക്കുന്നത് എല്ലാം സെറ്റ്. നമ്മൾ അരച്ച പീര നമ്മൾ അരയ്ക്കാൻ വേണ്ടി ഒന്നുകൂടെ എന്തൊക്കെയാണ് ചേർത്തിരുന്നത്? പച്ചമുളക്, തേങ്ങ, ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഒന്ന് അമ്മിക്കല്ലിട്ട് അല്ലെങ്കിൽ മിക്സിയിലിട്ട് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ഒറ്റ ടേൺ ചെയ്തെടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ അമ്മിക്കല്ലുണ്ടെങ്കിൽ അമ്മിക്കല്ല് അരച്ചാൽ കുറച്ചും കൂടി സ്വാദ് കൂടി നമുക്ക് പാകത്തിന് ഒതുക്കിയെടുക്കാൻ പറ്റും. അതാണ് ഉമ്മ പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്വാദാണ്. അപ്പം അമ്മിക്കല്ലൊന്നും ഈ ഒരു ജനറേഷൻ കാലത്ത് അധികം ആരും യൂസ് ചെയ്യാറില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് അത് വേണ്ട. നമുക്ക് മിക്സിയിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്തെടുത്താൽ ഒന്ന് ഒതുങ്ങി കിട്ടും. എന്നിട്ട് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കഷ്ണിച്ച് വെച്ചിരിക്കുന്ന അയല നമ്മൾ എന്ത് ചെയ്യും, അതിലോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു. ആ പുളി 3 പുളിയാണ് എടുത്തത്. ആ 3 പുളി ഇട്ടു. അതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പും ചേർത്ത്, പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്ത്, എല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്ന് വെച്ചേക്കുന്ന രൂപമാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യാണ്. എന്നിട്ട് നമ്മളത് അടുപ്പത്തോട്ട് വെച്ചു. അപ്പോൾ നമ്മളത് അയല പീര നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ്. വേണ്ട, നമ്മളിനി അത് ഒന്ന് മൂടി വെക്കാൻ പോവുകയാണ് കുറച്ച് നേരത്തേക്ക്. എത്ര നേരം വേണ്ടി വന്നിട്ട് വെള്ളം പറ്റും, മീനൊന്ന് അതൊന്ന് പറ്റുന്ന നമ്മുടെ ഒരു ഫ്ലെയിം വെക്കുന്ന രീതി അനുസരിച്ച് ഇപ്പം നമ്മൾ കൂട്ടിയാണ് ഫ്ലെയിം ഇട്ടേക്കുന്നത്. എന്നിട്ട് നമ്മൾ മൂടിയൊന്ന് വെക്കുക. കുറച്ച് നേരത്തേക്ക് ഒന്ന് മൂടി വെക്കുകയാണ്. നമുക്കത് കാണിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ചട്ടി മൂടി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്കിനി കുറച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ നോക്കാം. അപ്പോൾ നമ്മളൊരു 10-15 മിനിറ്റ് ഏകദേശം കഴിയുമ്പോൾ നമ്മൾ ചട്ടി മൂടിയൊന്ന് മാറ്റി നോക്കുകയാണ് എങ്ങനെയാണെന്നുള്ളത്. വാവ്, നല്ല മണം കേട്ടോ, ഒരു രക്ഷയില്ല. ഈ മണം നമുക്ക് ഇങ്ങനെ മൂക്കിലോട്ട് അടിച്ചു കയറുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അങ്ങനെ പറയാൻ പാടില്ലെന്നാണ്, എന്നാലും നമ്മൾ പറയാണ്. നല്ല മണം, നല്ല രക്ഷയില്ല. എൻ്റെ ആവിയൊക്കെ പറക്കണം, നമ്മൾ മൂക്കിലോട്ട് അടിച്ച് കയറ്റും. ഞാൻ ഈ ക്യാമറയിൽ അടുത്ത് പിടിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു മൂക്കിലോട്ട് ഇങ്ങനെ മണം അടിച്ച് കയറുന്നുണ്ട്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ കളർ. എൻ്റെ കളർ വയ്ക്കും നിങ്ങൾ, ആ രക്ഷയില്ല. ഒരു ആ യെല്ലോ ആൻഡ് ഗ്രീനും ആ വൈറ്റ് അയലയുടെ ഒക്കെ മിക്സ് ചെയ്ത് നല്ല ഭംഗിയാണ്. അപ്പോൾ ഉമ്മ ഒന്ന് ഇളക്കാൻ പോവുകയാണ്. ഉമ്മ ഇളക്കിക്കും, കുഴപ്പമില്ല. ഞാൻ ആ ക്യാമറയുടെ ആസ്വദിച്ച് പിടിക്കുന്നതുകൊണ്ട് ഉമ്മ എന്നോട് ഇളക്കാൻ ടൈം ചോദിച്ചാണ്. ഇനി പറ്റണം. അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് താഴെ കിടന്നൊക്കെ മേളിലോട്ടും മേളിൽ കിടന്ന് അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് ആക്കി നല്ലപോലെ ഒന്ന് മേളിലോട്ട് അല്ലേ പീരൊക്കെ ഇട്ട് അതിലേക്ക് മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്തോട്ട് സ്വാദ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ മൂടി ചെയ്യണത്.
അപ്പം ഒന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട്. എന്തായി? അടിപൊളിയാണെന്നാണ് പറയുന്നത്. ഇപ്പം അത് എനിക്ക് തരുവാണ്, ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. എൻ്റെ ചാറാണ് എടുത്താണ്, നോക്കട്ടെ. വാവ്, രക്ഷയില്ല, നല്ല എരിവുണ്ട് കേട്ടോ. അടിപ്പൻ എന്ന് പറഞ്ഞാൽ അടിപ്പൻ. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് കുറച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടെ നോക്കി. അത് അപ്പോഴത് തന്നെയാണ് മണം, രക്ഷയില്ല കേട്ടോ. മണമാണ് നമ്മളിങ്ങനെ, ഇപ്പോൾ വിശപ്പ് ഇങ്ങനെ കൂടുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും ഞാൻ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഉച്ച സമയം കേട്ടോ, ഉച്ചയ്ക്ക് വേണ്ടി റെഡിയാക്കിയതാണ്. ഏകദേശം ഒരു 1:30 മണിയായി. അപ്പോൾ ഇത് കൂട്ടി ചോറുണ്ടാകുമെന്നൊരു രീതിയിൽ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ചും കൂടെ പറ്റണം നമുക്ക്, ആ വെള്ളം ഇല്ലാത്ത രീതിയിൽ. എന്നുവെച്ചാൽ അങ്ങനെയല്ല, എന്നാൽ അത് നമുക്ക് കാണിച്ചു തരാം, ഫൈനലായിട്ട് കാണിച്ചു തരാം. ഒരു 10-15 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമ്മളത് നേരത്തെ ചെയ്തിരുന്ന ആ ഒരു പീര നമുക്ക് എന്തായി നോക്കാം. അപ്പോൾ നമുക്കത് തുറന്നാലോ? തുറന്നു. വാവ്, രക്ഷയില്ല, മണം അടിച്ചിട്ട് രക്ഷയില്ല. എനിക്ക് ചോറ് വിളമ്പിക്കുമോ? ചോറ് എനിക്ക് കഴിക്കണം. വാവ്, അതാ ശരിക്കും അതിൻ്റെ വെള്ളമൊക്കെ പറ്റി അതിൻ്റെ കറക്റ്റ് രൂപത്തിലോട്ട്. ഇനിയിപ്പോൾ ഇനി വേണ്ട ഒന്നും ചെയ്യണ്ടല്ലോ, ഇതിപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ പുളിയും അതിൽ തക്കാളിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഫ്ലേവറൊക്കെ അതിനകത്തോട്ട് നല്ലപോലെ മിക്സായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് ചോറിൻ്റെ ഒപ്പം കൂട്ടിയാൽ കഴിച്ചാൽ മതി. ഇപ്പോൾ ചോറിൻ്റെ ഒപ്പം ആണെങ്കിലും കപ്പയുടെ ഒപ്പം ആണെങ്കിലും അല്ലേ, കപ്പയൊക്കെ പുഴുങ്ങിയിട്ട് അതിൻ്റെ ഒപ്പം ഇത് കൂട്ടി തിന്നുവാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ പലവട്ടം ഇത് കഴിച്ചിട്ടുണ്ട്. മിക്കപ്പോഴും ഞങ്ങൾ മീനിൻ്റെ എപ്പോഴും പീരയൊക്കെയാണ് ഇവിടെ കൂടുതൽ വെക്കാറ്. അപ്പോൾ നമ്മുടെ അയലപ്പീര നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് കഴിക്കാൻ തോന്നും, അത്രയ്ക്കും ഭംഗിയുണ്ട്. ഭംഗി മാത്രമല്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. വായിൽ നമുക്ക് ശരിക്കും നമുക്കത് നമ്മളൊരു തിന്നുന്നതിനേക്കാളും കുറച്ചും കൂടെ അധികം നമ്മൾ ഫുഡ് ഈ ഒരു പീരയിൽ നമ്മൾ കഴിക്കും. അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു. നിങ്ങളപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഈ ഒരു പീര അറിയാവുന്നവരുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റൈൽ നമ്മൾ കാണിച്ചെന്നേ ഉള്ളൂ. നമ്മുടെ ഒരു രീതി, നമ്മൾ വെക്കുന്ന രീതി നിങ്ങളെ പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം, കമൻ്റായിട്ട് ഇട്ടാൽ മതി അഭിപ്രായം. അപ്പോൾ നമുക്ക് അടുത്തൊരു എന്താ പറയുക വിഭവം, നമുക്ക് നല്ലൊരു രുചിക്കൂട്ടുമായിട്ട് നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ എത്തുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ.